Hello my dear students, welcome to Sarida's vlog. This is the part 10 of the chapter Solutions. കഴിഞ്ഞ ദിവസം ഞാൻ പഠിപ്പിച്ചെന്ന ടോപ്പിക് എല്ലാവർക്കും ഓർമ്മയുണ്ടോ? എന്തായിരുന്നു? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് അല്ലേ? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് തന്നെ എത്ര എണ്ണം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു തന്നിരുന്നേ? 4 എണ്ണം അല്ലേ? ശരി, കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീവായ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ചെയ്ത് നോക്കിയിരുന്നു. പ്രോബ്ലംസ് നിങ്ങൾ വീണ്ടും പ്രാക്ടീസ് ചെയ്ത് നോക്കിയോ? ചെയ്യണോ ട്ടാ? ഇന്ന് നമുക്ക് മറ്റൊരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയെ കുറിച്ച് പഠിക്കാം. ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് മറ്റൊരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഓഫ് സോൾവെന്റ് ആണ്. പേര് തന്നെ ഒന്ന് ശ്രദ്ധിക്കുക. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഓഫ് സോൾവെന്റ്. സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റ് എലിവേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. എലിവേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസ് ചെയ്യുക. ഈ ഒരു ടോപ്പിക് പഠിക്കാൻ വേണ്ടി നമുക്ക് ഏറെ സഹായിക്കുന്ന ഒരു ഗ്രാഫിക്കൽ പ്ലോട്ടാണ് ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളത്. എല്ലാവരുടെയും ശ്രദ്ധ ഈ ഒരു ഗ്രാഫിക്കൽ പ്ലോട്ടിലേക്ക് ആയിരിക്കണം. ഓക്കെ, ഇവിടെ വേപ്പർ പ്രഷർ അഗെയിൻസ്റ്റ് ടെമ്പറേച്ചർ ആണ് എടുത്തിട്ടുള്ളത്. വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടേക്കൺ അലോങ് ദി y ആക്സിസ് ആൻഡ് ടെമ്പറേച്ചർ അലോങ് ദി x ആക്സിസ്. ഇവിടെ ഡോട്ടഡ് ലൈൻസ് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇത് സൂചിപ്പിക്കുന്നത് 1 അറ്റ്മോസ്ഫറിക് പ്രഷറിനെയാണ്. അതായത് വേപ്പർ പ്രഷർ ഇൻക്രീസ് ചെയ്ത് 1 അറ്റ്മോസ്ഫറിക് പ്രഷറിൽ എത്തുമ്പോൾ ഉണ്ടാവുന്ന ചേഞ്ച് എന്താണ് അതറിയാനാണ് ഇവിടെ 1 atm എന്ന് കാണിച്ചിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് 2 ഗ്രാഫിക്കൽ പ്ലോട്ടുകൾ കാണാം. ഒന്ന് സോൾവെന്റിനെ ബേസ് ചെയ്തിട്ടും മറ്റൊന്ന് സൊല്യൂഷനെ ബേസ് ചെയ്തിട്ടാണ്. ഞാൻ ആദ്യം പറഞ്ഞുതരാൻ പോകുന്നത് ഈ സോൾവെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഈ പ്ലോട്ട് എങ്ങനെ കിട്ടി എന്നുള്ളതിനെ കുറിച്ചാണ്. ഈ ഒരു പ്ലോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് വേണ്ടത് ഒരു പ്യുവർ കമ്പോണന്റ് ആണ്. പ്യുവർ കമ്പോണന്റ് ഒരു വെസലിൽ എടുക്കുന്നു. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ അതിന്റെ വേപ്പർ പ്രഷർ നമ്മൾ മെഷർ ചെയ്യുന്നു. അപ്പൊ ഓർക്കണം, നമ്മൾ പ്യുവർ കമ്പോണന്റ് ആയിട്ട് എടുക്കുന്നത് ഒരു വോളട്ടൈൽ ലിക്വിഡ് ആയിരിക്കണം. ഓക്കെ, അങ്ങനെ വോളട്ടൈൽ ലിക്വിഡ് ആവുമ്പോഴാണ് വേപ്പർ പ്രഷർ ഉണ്ടാവുക. വേപ്പർ പ്രഷർ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കുക. അങ്ങനെ മെഷർ ചെയ്തപ്പോ നമുക്ക് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഒരു വാല്യൂ ഇവിടെ കിട്ടി. ഓക്കെ, ഇനി എന്ത് ചെയ്തു? ആ ഒരു പ്യുവർ കമ്പോണന്റിന്റെ ഇരിക്കുന്ന വെസലിന് ടെമ്പറേച്ചർ കൂട്ടി കൊടുത്തു. അപ്പൊ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തപ്പോ വേപ്പർ പ്രഷറിൽ എങ്ങനെ മാറ്റം വന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ടെമ്പറേച്ചർ കൂട്ടിയപ്പോ നമുക്ക് വേറെ ഒരു വാല്യൂ ഇവിടെ കിട്ടിക്കഴിഞ്ഞു. അപ്പൊ നോക്കുക, വേപ്പർ പ്രഷറും കൂടി. അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോ വേപ്പർ പ്രഷറും കൂടുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ടെമ്പറേച്ചർ കൂട്ടി കൊടുത്തപ്പോ ഇതേപോലെ തന്നെ വേപ്പർ പ്രഷറും കൂടി വന്നു. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ദിസ് വേപ്പർ പ്രഷർ ബിക്കംസ് ഈക്വൽ ടു അറ്റ്മോസ്ഫറിക് പ്രഷർ. അപ്പൊ എന്താ സംഭവിക്കുക? That substance will starts to boil. That is the boiling point of that liquid. അല്ലേ? ഇവിടെ വെച്ചാണ് ഈ ഒരു പർട്ടിക്കുലർ സോൾവെന്റ് ഏതാണോ എടുത്തത് അത് ബോയിൽ ചെയ്യുക. എന്താണ് ബോയിലിംഗ് പോയിന്റ്? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇനിയും അറിയാത്തവർക്കാണ് ഞാൻ ഇവിടെ അതിന്റെ ഡെഫിനേഷൻ എഴുതി വെച്ചിട്ടുള്ളത്. ബോയിലിംഗ് പോയിന്റ് ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ദ ടെമ്പറേച്ചർ at which the vapor pressure of a liquid is equal to the atmospheric pressure. വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിട്ട് ഈക്വൽ ആവുമ്പോഴാണ് ആ ഒരു പർട്ടിക്കുലർ ലിക്വിഡ് ബോയിൽ ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ടെമ്പറേച്ചർ കിട്ടിയില്ലേ? ആൻഡ് ദാറ്റ് ഈസ് T0B. നോക്കൂ, ഞാനിവിടെ ഡോട്ടർ ലൈൻസ് ഇട്ട് അതിന്റെ ടെമ്പറേച്ചർ കാണിച്ചിട്ടുണ്ട്. ഇത് എന്താ? ഇത് എങ്ങനെയാ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്? T0B. So what is T0B? It is the boiling point of pure solvent. ഇപ്പോഴും ഓർക്കണം, നമ്മൾക്ക് ഇനി പ്രോബ്ലം ഒക്കെ ചെയ്യാൻ വരുമ്പോ ഈ T0B ഒക്കെ എന്താണെന്നുള്ളത് എഴുതാനുണ്ട്. അപ്പൊ കൃത്യമായിട്ട് അത് ബോയിലിംഗ് പോയിന്റ് ഓഫ് പ്യുവർ സോൾവെന്റ് ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. അപ്പോ സോൾവെന്റിന്റെ പ്ലോട്ട് എങ്ങനെ വന്നു എന്നുള്ളത് മനസ്സിലായി എല്ലാവർക്കും അല്ലെ? അതായത് ബോയിലിംഗ് പോയിന്റ് ഓഫ് സോൾവെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് T0B ആണെന്ന് എല്ലാവരും ഓർത്തു വെക്കുക. ഇനി അറിയേണ്ടത് ഈ സൊല്യൂഷന്റെ ഈ പ്ലോട്ട് എങ്ങനെ വന്നു എന്നുള്ളതാണ്.
ഈ സൊല്യൂഷന്റെ പ്ലോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വെസലില് ഒരു വളരെ ഡൈല്യൂട്ട് ആയിട്ടുള്ള സൊല്യൂഷൻ എടുക്കുക. ആ സൊല്യൂഷനിൽ ഒരു വോളട്ടൈൽ ആയിട്ടുള്ള ലിക്വിഡ് സോൾവെന്റ് ഉണ്ടായിരിക്കണം, നോൺ വോളട്ടൈൽ ആയിട്ടുള്ള സോളിഡ് സൊല്യൂട്ട് ഉണ്ടായിരിക്കണം. ഇതേപോലെ സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ മെഷർ ചെയ്ത അതേ ടെമ്പറേച്ചറിൽ തന്നെ ഈ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ നമ്മൾ ആദ്യം മെഷർ ചെയ്യാം. അങ്ങനെ മെഷർ ചെയ്തപ്പോ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി. ഇവിടെ എന്താ, വേപ്പർ പ്രഷർ കുറഞ്ഞു അല്ലെ? ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ നോക്കിയപ്പോ നമ്മൾ മനസ്സിലാക്കി വേപ്പർ പ്രഷർ ഈസ് ഡിക്രീസ്ഡ്. നമ്മൾ മുൻപ് ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്, whenever a non volatile solute is added to a volatile liquid the vapor pressure will reduce എന്നുള്ളത് അല്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു പോയിന്റ് ഇവിടെ കിട്ടി. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വേപ്പർ പ്രഷർ ഓൾസോ ഇൻക്രീസസ്. ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഈ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തിയപ്പോ ഇതെന്ന് പറയുന്നത് എന്താ, ഈ ഒരു സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റ് ആണ്. ഈ ഒരു ബോയിലിംഗ് പോയിന്റ് എത്തിയപ്പോ ഈ സൊല്യൂഷൻ ഇവിടെ ബോയിൽ ചെയ്തോ? ഇത് 1 atmospheric പ്രഷർ ആയിട്ട് ഈക്വൽ ആയോ? ഇല്ല. അപ്പോ ഇനിയും കുറച്ചും കൂടി ടെമ്പറേച്ചർ കൊടുത്തെങ്കിൽ മാത്രമേ 1 atmospheric പ്രഷറിലേക്ക് എത്താൻ പറ്റുള്ളൂ അല്ലെ? അപ്പോ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടി കൊടുത്തു. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് വേപ്പർ പ്രഷർ കൂടി. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തിയപ്പോ ഈ സൊല്യൂഷൻ ബോയിൽ ചെയ്യാൻ തുടങ്ങി. ദാറ്റ് മീൻസ് ഈ ഒരു പോയിന്റില് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനോട് ഈക്വൽ ആയി. അവിടെ വെച്ച് ഈ സൊല്യൂഷൻ ബോയിൽ ചെയ്തു. അപ്പോ ഇവിടെ വെച്ച് ടെമ്പറേച്ചർ നോട്ട് ചെയ്തു. ആ ടെമ്പറേച്ചർ എത്രയാണെന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദാറ്റ് ഈസ് TB. TB എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ദി ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കി ദർ ഈസ് എ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ അല്ലെ? ഇവിടെ ഒരു ടെമ്പറേച്ചറിൽ ചേഞ്ച് വരുന്നില്ലേ? അതായത് TB ഉണ്ട്, ഇവിടെ T0B ഉണ്ട്. ആൻഡ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ? ഇറ്റ് ഈസ് TB മൈനസ് T0B. TBക്ക് അല്ലേ ബോയിലിംഗ് പോയിന്റ് കൂടുതല് T0Bനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോ അല്ലെ? ദ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ഈസ് ഗിവൺ ബൈ ഡെൽറ്റ TB. That means delta TB is equal to TB minus T0B. And what is delta TB? It is the elevation of boiling point of solvent. എന്തുകൊണ്ടാണ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഓഫ് സോൾവെന്റ് എന്ന് ഇവിടെ പറഞ്ഞത്? അതിന് കാരണമുണ്ട്. അതായത് നമ്മൾ എടുത്ത സൊല്യൂഷനില് സൊല്യൂട്ടും ഉണ്ട് സോൾവെന്റും ഉണ്ട്. പക്ഷെ സൊല്യൂട്ടിന്റെ പ്രത്യേകത ഇറ്റ് ഇസ് നോൺ വോളട്ടൈൽ. അപ്പോ അവിടെ ബോയിൽ ചെയ്യാനുള്ള കാരണക്കാരെന്ന് പറയുന്നത് ആ സോൾവെന്റ് മാത്രാണ് അല്ലെ? ഇവിടെ നമ്മൾ എടുത്തപ്പോഴും പ്യുവർ സോൾവെന്റ് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നിന്ന് നമ്മൾ അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ, സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റ് ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ടോപ്പിക്കിന്റെ പേര് തന്നെ ഇങ്ങനെ വന്നത്, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഓഫ് സോൾവെന്റ് എന്ന്. അപ്പൊ നമുക്ക് ഡെൽറ്റ TB കിട്ടിക്കഴിഞ്ഞു. മറക്കരുത്, ഇറ്റ് ഈസ് ദ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഓഫ് സോൾവെന്റ്. എല്ലാവർക്കും മനസ്സിലായില്ലേ? കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ഗ്രാഫിക്കൽ പ്ലോട്ട് വരച്ചു. ഈ ഗ്രാഫിക്കൽ പ്ലോട്ടില് വേപ്പർ പ്രഷർ അഗെയിൻസ്റ്റ് ടെമ്പറേച്ചർ ആണ്. 1 atmospheric പ്രഷർ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഡോട്ടർ ലൈൻസ് ആണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് പ്ലോട്ടില് സോൾവെന്റിന്റെ മാത്രം ഗ്രാഫിക്കൽ പ്ലോട്ട് ആണ് വേപ്പർ പ്രഷർ അഗെയിൻസ്റ്റ് ടെമ്പറേച്ചർ. ഒരു നിശ്ചിത ടെമ്പറേച്ചറിൽ ഉള്ള വേപ്പർ പ്രഷർ മെഷർ ചെയ്തു. പിന്നെ സോൾവെന്റ് എടുത്ത ആ വെസലില് ടെമ്പറേച്ചർ കൂട്ടി കൊടുത്തു. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് വേപ്പർ പ്രഷറും കൂടി വന്നു. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ വേപ്പർ പ്രഷർ ഓഫ് ദ സോൾവെന്റ് ബിക്കംസ് ഈക്വൽ ടു ദി atmospheric pressure and at that time the solvent begins to boil. ആ ബോയിലിംഗ് പോയിന്റ് ആണ് T0B കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി സൊല്യൂഷൻ എടുത്തു. സൊല്യൂഷനിൽ ഒരു നോൺ വോളട്ടൈൽ സൊല്യൂട്ട് ഉണ്ട്, വോളട്ടൈൽ ആയിട്ടുള്ള ലിക്വിഡ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ വേപ്പർ പ്രഷർ മെഷർ ചെയ്തു. നമുക്കൊരു പോയിന്റ് കിട്ടി. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഒരു നോൺ വോളട്ടൈൽ സൊല്യൂട്ട് ആഡ് ചെയ്തപ്പോ, അതായത് അതൊരു സൊല്യൂഷൻ ആയിട്ട് മാറിയപ്പോ വേപ്പർ പ്രഷർ കുറഞ്ഞു. ഇനി ടെമ്പറേച്ചർ നമ്മൾ ആ സൊല്യൂഷന്റെ ഇത് കൂട്ടി കൊടുത്തപ്പോ നമ്മൾ സാധാരണയുള്ള ആ ഒരു ബോയിലിംഗ് പോയിന്റ് സോൾവെന്റിന്റെ അവിടെ വെച്ചൊന്നും ഈ സൊല്യൂഷൻ ബോയിൽ ചെയ്തിട്ടില്ല. പിന്നെയും ടെമ്പറേച്ചർ കൂട്ടിയപ്പോഴാണ് 1 atmospheric പ്രഷറിനോട് ഈക്വൽ ആയത്. ഇവിടെ വെച്ച് ഈ സൊല്യൂഷൻ ബോയിൽ ചെയ്യും. ആൻഡ് ദാറ്റ് ബോയിലിംഗ് പോയിന്റ് is represented by TB. So the change in temperature is denoted by TB minus T0B
ആൻഡ് ഹിയർ ഡെൽറ്റ ടി ബി എന്ന് പറയുന്നത് അതായത് ഈ ഒരു കാര്യം ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ഡെൽറ്റ ടി ബി ആൻഡ് ദിസ് ആക്ച്വലി റെപ്രസെന്റ്സ് ദ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഓഫ് സോൾവെന്റ്. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയതാണ് ഡെൽറ്റ പി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ ബി എന്ന്. അതായത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ പഠിച്ചപ്പോ നമ്മൾ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ പഠിച്ചിരുന്നു അല്ലെ, P0A മൈനസ് PA ഡിവൈഡഡ് ബൈ P0A ഇസ് ഈക്വൽ ടു കൈ ബി എന്ന്. അപ്പോ P0A മൈനസ് PA എന്ന് പറയുന്നത് ഡെൽറ്റ പി ആണ്. ആൻഡ് ദിസ് ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു P0A കൈ ബി. And P0A is a constant, so we can write delta P is directly proportional to chi B. കഴിഞ്ഞ ദിവസം റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എടുത്തപ്പോൾ ഞാൻ ഇതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ ഒരു കാര്യം നമ്മൾക്ക് ഓൾറെഡി അറിയാം. ഇനി ഇന്ന് നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്. എന്താണ്? നമ്മൾ നേരത്തെ ഒരു ഗ്രാഫിക്കൽ പ്ലോട്ട് കണ്ടില്ലേ, വേപ്പർ പ്രഷർ അഗേൻസ്റ്റ് ടെമ്പറേച്ചർ എന്നുള്ളത്. അവിടെ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഡെൽറ്റ ടി ബിക്കും വ്യത്യാസം വരുന്നുണ്ട് അല്ലെ, and that is increasing. വേപ്പർ പ്രഷറിന് ചേഞ്ച് വരുന്നതിനനുസരിച്ച് ടെമ്പറേച്ചറിലും ചേഞ്ച് വരുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ആ ഗ്രാഫില്. കൺസെപ്റ്റ് മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു തരാം കേട്ടോ. നമ്മൾ നേരത്തെ വരച്ച പ്ലോട്ട് എങ്ങനെയായിരുന്നു? വേപ്പർ പ്രഷർ അഗേൻസ്റ്റ് ടെമ്പറേച്ചർ അല്ലെ. അതായത് ഇവിടെ വെച്ച് നമ്മൾ 1 atm എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു സോൾവെന്റിന്റെ ഒരു പ്ലോട്ട് ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. ഇവിടെ വെച്ച് ബോയിൽ ചെയ്തു. ഈ സമയത്ത് വരുന്ന ടെമ്പറേച്ചറിനെ നമ്മൾ T0B എന്ന് കൊടുത്തിരുന്നു അല്ലെ. ഇത് സോൾവെന്റിന്റെ ആയിരുന്നു. ഇനി നമ്മൾ ഒരു സൊല്യൂഷന്റെ വരയ്ക്കാൻ പോവാണ് കേട്ടോ. ഇത് സൊല്യൂഷൻ ആണ്. അപ്പൊ നമുക്ക് ഇതേപോലെ ഒരു പ്ലോട്ട് കിട്ടി. ഈ പ്ലോട്ടിന്റെ ടെമ്പറേച്ചർ നമ്മൾ മെഷർ ചെയ്തപ്പോ നമുക്ക് TB എന്ന് പറയുന്നത് കിട്ടി. വേപ്പർ പ്രഷർ അഗേൻസ്റ്റ് ടെമ്പറേച്ചർ പ്ലോട്ട് എങ്ങനെയാന്ന് നോക്കി. അപ്പൊ ഞാൻ മനസ്സിലാക്കി വീണ്ടും വേപ്പർ പ്രഷർ കുറഞ്ഞു. ബോയിൽ ചെയ്യാനുള്ള ടെമ്പറേച്ചർ കൂടി. അപ്പൊ നമുക്ക് TB1 എന്നോ TB2 എന്നൊക്കെ നമുക്ക് കൊടുക്കാം. നിങ്ങൾക്ക് മനസ്സിലാവാൻ പറയുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കി, ഇവിടുത്തെ ഈ ചേഞ്ച് ഉണ്ടല്ലോ, ഈ സോൾവെന്റ് സൊല്യൂഷനിലുള്ള ഈ ഒരു ഡെൽറ്റ പി എന്ന് പറയുന്നതും ഇവിടെ നിന്ന് വരുന്ന ഈ ചേഞ്ചും വ്യത്യാസമില്ലേ? ഇത് കൂടിയില്ലേ? ഈ ചേഞ്ച് ഇങ്ങോട്ടുള്ളത് കൂടി. അപ്പോ ഈ T0Bയും ഈ TB2 തമ്മിലുള്ള ആ ഒരു ചേഞ്ച് കൂടി. അതായത് ഇവിടെ പ്രഷറിൽ ചേഞ്ച് വരുമ്പോ ടെമ്പറേച്ചറിലും ചേഞ്ച് വരുന്നുണ്ട്. വേപ്പർ പ്രഷറിൽ ഈ ചേഞ്ചിൽ ഇൻക്രീസ് വരുന്നുണ്ട്. ഇതേപോലെ തന്നെ ടെമ്പറേച്ചർ ചേഞ്ചിലും ഇൻക്രീസ് ആണ് വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഡെൽറ്റ പി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ TB എന്ന് കൊടുത്തൂടെ? അങ്ങനെയാണ് ഞാൻ ഇതിവിടെ എഴുതിയിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഈ ഒരു ഡെൽറ്റ TB എന്ന് പറയുന്നത് കൈ ബി ആയിട്ട് റിലേറ്റ് ചെയ്തൂടെ? കാരണം ഇത് രണ്ടും ഈക്വൽ അല്ലേ. അപ്പോ ഡെൽറ്റ TB എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ ബി ആയിട്ട് വന്നു. ആൻഡ് വാട്ട് ഈസ് കൈ ബി? ഈസ് ദി മോൾ ഫ്രാക്ഷൻ ഓഫ് ദി സൊല്യൂട്ട്. അപ്പോ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് കൈ ബി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്, നമ്പർ ഓഫ് മോൾസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. And from the experimental studies, it was found that the elevation of boiling point delta TB is directly proportional to molality. So note the other important point, delta TB is directly proportional to molality. കേട്ടിട്ടുണ്ടോ molality? So delta TB is equal to KB into M. നമ്മുടെ പ്രൊപ്പോർഷണാലിറ്റി ചിഹ്നം മാറ്റുമ്പോ ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്യണം അല്ലെ. ആ കോൺസ്റ്റന്റ് ആണ് ഇവിടെ KB എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വേറൊരു എക്സ്പ്രഷൻ കൂടി കിട്ടിക്കഴിഞ്ഞു. ഡെൽറ്റ TB is equal to KB into M, where KB is molar elevation constant. Otherwise it is called ebullioscopic constant. അപ്പൊ രണ്ടു പേരുകളുണ്ട്, മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ് അഥവാ എബുലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. അപ്പൊ ഡെൽറ്റ TB എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ഓഫ് സോൾവെന്റ്. KB is the molar elevation constant or ebullioscopic constant and M is the molality.
ഓക്കെ, ഇതെങ്ങനെ വന്നു എന്നുള്ളത് പറഞ്ഞു തരണോ? നമുക്ക് ആവശ്യമില്ല, പക്ഷെ നിങ്ങൾക്ക് നല്ലതാണ് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രോബ്ലം ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലതാണ്. ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ NCERT ടെക്സ്റ്റിൽ ഇതേപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടില്ല, മറ്റു ബുക്കുകളിലൊക്കെ ഉണ്ട്. എങ്ങനെയാണ് ഈ ഡെൽറ്റ ടി ബി സീക്വൽ ടു കെ ബി ഇൻറ്റു എം കിട്ടിയിട്ടുള്ളതെന്ന് ഞാനൊന്ന് റഫായിട്ട് പറഞ്ഞു തരാം. നമ്മൾ നേരത്തെ മനസ്സിലാക്കി ഡെൽറ്റ ടി ബി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ ബി. ഓക്കെ, ദാറ്റ് മീൻസ് ഡെൽറ്റ ടി ബി is equal to k into കൈ ബി. നമ്മൾ ഈ പ്രൊപ്പോർഷണാലിറ്റി ചിഹ്നം മാറ്റുമ്പോൾ ഒരു കോൺസ്റ്റന്റ് ഇടണം, അതാണ് k എന്ന് പറയുന്നത്. And delta TB is equal to k into NB divided by NA. നമുക്കറിയാം കൈ ബി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് NB divided by NA plus NB ആണെന്ന്, അല്ലേ? But for dilute solutions, NB is very 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 less than NA. So we can discard this NB. Okay. അതുകൊണ്ടാണ് ഞാൻ NB divided by NA എന്ന് എഴുതിയിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നതാണ്. അങ്ങനെ ഡെൽറ്റ ടി ബി എന്ന് പറയുന്നത് കെ ഇൻറ്റു NB divided by NA നെ നമുക്ക് എങ്ങനെ എഴുതാം? NB എന്ന് പറയുന്നത് ഇറ്റ് ഈസ് WB divided by MB and NA is WA divided by MA. അപ്പൊ NBയുടെയും NAയുടെയും വാല്യൂസ് ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോ നമുക്ക് ഈ രീതിയിലുള്ള ഒരു എക്സ്പ്രഷൻ കിട്ടി. ഇനി ഞാൻ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോവാണ്. ഈ റീഅറേഞ്ച് ചെയ്യുമ്പോൾ വരുന്ന വ്യത്യാസം ഒന്ന് നോക്കുക നിങ്ങള്. അപ്പൊ ഡെൽറ്റ ടി ബി is equal to കെയിനെ ഞാൻ ഇവിടെ നിർത്തിയിട്ടുണ്ട്, MA, ഈ MA നെ ഞാൻ ഇതിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു കേട്ടോ. അപ്പൊ K into MA എന്ന് വന്നില്ലേ? ഈ ബാക്കിയുള്ളത് ഞാൻ ഒരുമിച്ച് എഴുതി WB divided by MB into WA. ഇതെന്താ? That is the number of moles of the solute in 1 kilogram of the solvent. അതായത് വെയിറ്റ് കിലോഗ്രാമിലാണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ this represents molality. നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട് NB divided by WA. പഠിച്ചിട്ടില്ലേ? number of moles of the solute particles dissolved in 1 kilogram of the solvent is molality. അപ്പോ ഈ ഒരു ഭാഗത്തിനെ നമുക്ക് M കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. അത് മാത്രല്ല ഈ K എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. MA എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മോളിക്കുലർ മാസ് ഓഫ് ദ സോൾവെന്റ്. സോൾവെന്റിന്റെ മോളിക്കുലർ മാസിന് ഒരിക്കലും ചേഞ്ച് വരുന്നില്ല, അതുകൊണ്ട് തന്നെ അത് കോൺസ്റ്റന്റ് ആണ്. സോ ഒരു കോൺസ്റ്റന്റ് മറ്റൊരു കോൺസ്റ്റന്റിനാൽ മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ നമുക്കൊരു പുതിയ കോൺസ്റ്റന്റ് കിട്ടുന്നു, and that is KB. So we can rewrite delta TB as KB into M. ഇതല്ലേ നമുക്ക് നേരത്തെ കിട്ടിയത്. ഇതെങ്ങനെ വന്നു എന്നുള്ളത് ഞാനൊന്ന് മനസ്സിലാക്കി തന്നതാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞു ഡെൽറ്റ ടി ബി is equal to KB into M ആണെന്ന്, അല്ലേ? ഇനി നമ്മള് ഈ മോളാർ എലിവേഷൻ കോൺസ്റ്റന്റിന് ഒരു ഡെഫിനിഷൻ കൊടുക്കാൻ പോവാണ്. When molality is equal to 1, delta TB becomes equal to KB. ശരിയല്ലേ? അതായത് when 1 mole of the solute dissolved in 1 kilogram of the solvent, അപ്പോഴാണ് മൊളാലിറ്റി 1 ആണെന്ന് നമ്മൾ പറയുന്നത്, അല്ലേ? അപ്പോൾ ഡെൽറ്റ ടി ബി എന്ന് പറയുന്നത് കെ ബിക്ക് തുല്യമാകും. അപ്പോ എന്താണ് കെ ബിയുടെ ഡെഫിനിഷൻ? മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ് കെ ബി ഈസ് ഡിഫൈൻഡ് ആസ് ദി എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് വെൻ മൊളാലിറ്റി ഈസ് യൂണിറ്റി. അല്ലെങ്കിലോ മോളാർ എലിവേഷൻ കോൺസ്റ്റന്റിനെ മറ്റൊരു പേരും പറയുമെന്ന് ഞാൻ പറഞ്ഞു. ഇറ്റ് ഈസ് എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ്, and that can be defined as the elevation of boiling point when 1 mole of the solute dissolved in 1 kilogram or 1000 gram of solvent. അപ്പൊ നമുക്ക് നല്ലൊരു ഡെഫിനേഷൻ കിട്ടി കഴിഞ്ഞു, അല്ലേ? ഇനി നമ്മൾ അറിയേണ്ടത് വാട്ട് ഇസ് ദ യൂണിറ്റ് ഓഫ് കെ ബി. കെ ബിയുടെ യൂണിറ്റ് കെൽവിൻ, കിലോഗ്രാം പെർ മോൾ. നമ്മൾ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. കെ ബി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് K into MA എന്നുള്ളത്, അല്ലെ? നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇതിലൂടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക. K എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്, മോളിക്കുലാർ മാസ് ഓഫ് ദ സോൾവെന്റ് ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോ സോൾവെന്റിന്റെ മോളിക്കുലാർ മാസ് വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് കെ ബിയുടെ വാല്യൂസിലും വ്യത്യാസം വരും. ഓരോ സോൾവെന്റിനനുസരിച്ച് കെ ബിയുടെ വാല്യൂവിനും വ്യത്യാസം വരും, അത് ഓർക്കുക. ആൻഡ് കെ ബി ഫോർ വാട്ടർ ഇസ് 0.52 കെൽവിൻ കിലോഗ്രാം പെർ മോൾ.
ഇത് മറക്കാൻ പാടില്ല. കാരണം എന്താണെന്നറിയോ, നമുക്ക് പ്രോബ്ലം വരുമ്പോ കെബിയുടെ വാല്യൂ, പ്രത്യേകിച്ചും സോൾവെന്റ് വാട്ടർ ആണെങ്കിൽ കെബിയുടെ വാല്യൂ തരില്ല. നമുക്കിത് അറിഞ്ഞിരിക്കണം. ഇറ്റ് 0.52 കെൽവിൻ കിലോഗ്രാം പെർ മോൾ ആണെന്ന് കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, വി ആർ ഗോയിങ് ടു ഡിറ്റർമിൻ ദ മോളിക്കുലാർ മാസ് ഓഫ് ദി സൊല്യൂട്ട്. അതെങ്ങനെയാ കണ്ടുപിടിക്കുക? നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഡെൽറ്റ ടി ബി ഇസ് ഈക്വൽ ടു കെ ബി ഇൻറ്റു എം. ഇതൊരിക്കലും മറക്കരുത് കേട്ടോ. കെ ബി എന്ന് പറയുന്നത് സെബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ്, എം എന്ന് പറയുന്നത് മൊളാലിറ്റി ആണ്. മൊളാലിറ്റിയുടെ എക്സ്പ്രഷൻ ആണ് എഴുതിയിട്ടുള്ളത്. ഇത് ഞാൻ മുൻപ് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇവിടെ ഡബ്ല്യു എ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മാസ് ഓഫ് ദി സോൾവെന്റ് ആൻഡ് ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ഇൻ ഗ്രാം. അപ്പൊ നമുക്ക് ഇതേപോലെ ഒരു എക്സ്പ്രഷൻ കിട്ടി. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എം ബി, ദാറ്റ് ഈസ് ദ മോളിക്കുലർ മാസ് ഓഫ് ദി സൊല്യൂട്ട്. നമുക്ക് നോക്കാം എങ്ങനെയത് കിട്ടുകയെന്ന്. എം ബി ഇസ് ഈക്വൽ ടു കെ ബി ഇൻറ്റു ഡബ്ല്യു ബി ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ബി ഇൻറ്റു ഡബ്ല്യു എ. ഞാൻ ഇവിടുന്ന് ഗ്രാം എന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് എഴുതണമെന്നൊന്നുമില്ല, കാര്യം മനസ്സിലാക്കിയാൽ മതി. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ കാൽക്കുലേറ്റിംഗ് ദി മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട്. നന്നായിട്ട് പഠിച്ചു വെക്കണം എക്സ്പ്രഷൻ, കാരണം ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് വരും. അപ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ഉള്ള ഒരുപാട് എക്സ്പ്രഷൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് സൊല്യൂഷൻസ്. അപ്പോൾ ഓരോന്നും ഡിസ്റ്റിംഗ്വിഷ് ചെയ്ത് പഠിക്കുക തന്നെ വേണം കേട്ടോ. ഇതോടുകൂടി ഇന്നത്തെ സെഷൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.